ഹായ് കൂട്ടുകാരെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നെടുമങ്ങാട് BRCയുടെ കീഴിൽ നടന്ന സർഗോത്സവം എന്ന ഒരു വിളംബര ഘോഷയാത്രയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വന്ന് നമ്മളൊരു ചായയും കടിയൊക്കെ അവിടെ നിന്ന് തന്നായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങിയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഒപ്പിടണമെന്ന്. എല്ലാവരും അവരുടേതായ രീതിയിൽ ഒപ്പിടാൻ പറഞ്ഞു. കൂട്ടുകാരെ, BRCയുടെ ഈ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ നെടുമങ്ങാട് ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടനും മീനുകുട്ടിയും തന്നെ രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ കുറച്ച് കുട്ടികളുടെ പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാ വീഡിയോയും ഞങ്ങൾക്ക് എടുത്തെങ്കിലും പക്ഷേ കോപ്പിറൈറ്റ് ഉള്ളത് കാരണം നമുക്ക് ഒന്നിനും ആ ഒരു ട്യൂണ് പാട്ട് ഒന്നും കേൾപ്പിക്കാൻ കഴിയില്ല കേട്ടോ. എല്ലാ പെർഫോമൻസും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു കേട്ടോ. ഒന്നും പറയാൻ നമുക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രോഗ്രാം ആയതുകൊണ്ട് അവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളാണ്. പക്ഷേ അതൊന്നും ഒരു കുറവ് എല്ലാ കൂട്ടുകാർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് രണ്ട് കൂട്ടുകാർ. ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്താൽ നമ്മളത് കല്ലിൽ കുത്തിയിടണം, ഒരിക്കലും മായാത്തൊരു പോലെ. ഈ കഥയുടെ ഗുണപാഠമാണ് നമ്മുടെ സുഹൃത്തുക്കൾ വല്ലതും തെറ്റു ചെയ്താൽ നാം അത് ക്ഷമിക്കുകയും മറക്കുകയും വേണം. നമ്മുടെ സുഹൃത്തുക്കൾ വല്ല നല്ല കാര്യം ചെയ്താൽ നാം അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും അഭിമാനിക്കുകയും വേണം. നന്ദി, നമസ്കാരം. എല്ലാ വർഷവും ഡിസംബർ 3 വേൾഡ് ഡിസബിലിറ്റി ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഹ്വാനം ചെയ്തു. ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിംഗർ സ്വരസാഗറിൻ്റെ നല്ല സൂപ്പറായിട്ട് ഉള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ പ്രോഗ്രാം വീണ്ടും ആരംഭിച്ചു. അതിനുശേഷം ആഹാരമുണ്ടായിരുന്നു, ഫുഡുണ്ടായിരുന്നു, ബിരിയാണി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ബിരിയാണിയെ കൊടുത്തു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം സമ്മാനദാനമുണ്ടായിരുന്നു, അവാർഡ് ദാനമുണ്ടായിരുന്നു. ഇതെല്ലാം ഈ കൂട്ടത്തിൽ നമ്മുടെ മീനുട്ടിക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. സൈബമോക്ക് അവാർഡ് കൊടുത്തു. Thanks for watching.